ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു കേക്ക് പോലെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാതെയാണ് താല്പര്യം എന്ന് വെച്ചാൽ വേവിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് തന്നെ ഒരു 2 സവോള ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസാണ് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട്, അധികം പൊടി പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ഈ ഒരു മസാലയ്ക്ക്. അതുപോലെ തന്നെ സോസുകൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1/2 ടീസ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ വിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലെല്ലാം 3 മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി പതിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള പൊടികൾ എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മുട്ടയുടെ ആ ഒരു കൂട്ടിലേക്ക് പകുതിയായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഇതുപോലെ ഹാഫ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 4 ടേബിൾ സ്പൂണ് ചൂടുള്ള പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കേക്കുകളാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഈ ഇഡ്ഡലി തട്ട് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കൊന്നും പോവാതെ സെൻറ്ററിലാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കേക്കിൻ്റെ ഷേപ്പ് കിട്ടും, പുറത്ത് പോവാതെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മാവിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇരുന്നോളും. ഇനി നമുക്ക് ഈ മസാലയുടെ മുകളിൽ ഈ ബാറ്റർ വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും. നല്ല കട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ചിങ്ങനെ പൊങ്ങി വരും കേക്ക് പോലെ. അപ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു മസാല കവറാവുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മാവ്. ഇനി നമുക്കിത് 10 മിനിറ്റും വേണ്ട, ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീനായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ മിനി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മഫിൻസ് പോലെ അല്ലെങ്കിൽ വലിയ കേക്ക് പോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളെന്നും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കിങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോഴാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. Stay home, stay safe, stay healthy. Thank you.